നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 6-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടത്: ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും. നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും. നിങ്ങളുടെ നിഹതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലിടും. ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിഞ്ഞ് ശൂന്യമാകും. നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോകുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടി കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോകുവാൻ തക്കവണ്ണം നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും. നിഹതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വെച്ചേക്കും. എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗൃഹത്തിന്റെ ദോഷകരമായ സകല മ്ലേച്ഛതകൾ നിമിത്തം നീ കൈകൊണ്ടടിച്ച് കാൽ കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടം എന്ന് പറക. അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ട് വീഴും. ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ട് മരിക്കും. സമീപത്തുള്ളവൻ വാൾ കൊണ്ട് വീഴും. ശേഷിച്ചിരിക്കുന്നവനും രക്ഷപ്പെട്ടവനും ക്ഷാമം കൊണ്ട് മരിക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കും. അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും സകല പർവ്വതങ്ങളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും അവരുടെ നിഹതന്മാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണുകിടക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ള മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഇസ്രായേല്യർക്ക് ഇതുപോലെ ന്യായവിധിയും അധപ്പതനവും വരുവാനുള്ള കാരണം ആണ് 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ പ്രവചിക്കുവാനാണ് യെഹെസ്കേലിന്റെ നിയോഗം. എന്താണ് ഇതിന് കാരണം? യെരൂശലേം ദേവാലയം സ്ഥാപിക്കുന്നതിന് മുൻപ് ദൈവം പർവ്വതങ്ങളിലാണ് അധികവും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അറാറാത്ത്, മോറിയ, ഹോരേബ്, സീനായി, കർമ്മേല്, താബോര്, ഹെർമോൻ തുടങ്ങിയ മലകളിലെ ദൈവപ്രത്യക്ഷത പ്രസിദ്ധമാണ്. യേശുവിനോട് ബന്ധപ്പെട്ട് ഗിരിപ്രഭാഷണ മല, താബോർ മല, ഒലിവ് മല, കാൽവറി മല തുടങ്ങിയ മലകൾക്ക് പ്രാധാന്യമുണ്ട്. ദൈവം പർവ്വതങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ജനം താഴെ നിന്ന് മുകളിലേക്ക് നടന്നു ചെല്ലുകയും ചെയ്യുന്നത് കണ്ട പുറജാതികൾ യഹോവയെ പർവ്വതദേവൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുറജാതികളും മലകളിൽ ആരാധനാമൂർത്തികളെ കുടിയിരുത്തി. ചുറ്റുമുള്ള ജാതികളോടുള്ള സമ്പർക്കം മൂലം ഇസ്രായേലും സകല മലകളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ നിറച്ചു. സകല പച്ചമര ചുവടുകളും അവർ പൂജാഗിരികളാക്കി. മലകളിൽ ചെന്നവർ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കാൻ ഇടയായി. ഇതാണ് ദൈവത്തെ ഏറെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് അവർ വിഗ്രഹാരാധനയ്ക്ക് എത്തിയ മലകളിൽ ശത്രു രാജ്യക്കാർ വന്ന് വാൾ കൊണ്ടവരെ കൊന്നു. വിഗ്രഹ ചുവട്ടിൽ അവർ വീണുകിടന്നു.
വിഗ്രഹങ്ങൾക്ക് അവരെ സഹായിക്കാനായില്ല. ഇടിയും മിന്നലും മഴയും മൂലം പൂജാഗിരികളിൽ അവർ മരിച്ചു. ആരും അടക്കാനുണ്ടായില്ല. അവരുടെ അസ്ഥികൾ അവിടെ ചിതറിക്കിടന്നു. ദുർഗന്ധം കൊണ്ടത് നിറഞ്ഞു. പണ്ട് വിഗ്രഹങ്ങൾക്ക് അവർ സൗരഭ്യവാസന അർപ്പിച്ചിരുന്നു. ഇന്ന് അതിനു പകരം ദുർഗന്ധം അവിടെ ഉയരുകയാണ്. അതിനു പുറമെയാണ് ക്ഷാമം അവരെ വേട്ടയാടിയത്. ആ മലകൾ അവരുടെ പട്ടിണിയിൽ അവരെ സഹായിക്കാൻ ഒരു വിഗ്രഹാരാധന രാജ്യവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ കവർച്ചയ്ക്കും യുദ്ധത്തിനും വരികയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മിസ്രൈമിൽ താമസിച്ചിരുന്ന കാലത്ത് 400 വർഷത്തെ അവരുടെ ആ പ്രവാസ കാലത്ത് അവര് മിസ്രൈമ്യരുമായിട്ടുള്ള സഹവാസത്താൽ മിസ്രൈമിലെ അന്ധവിശ്വാസങ്ങൾ സാംശീകരിച്ചു. നദി ദൈവമാണെന്ന് അവർ വിചാരിച്ചു. അതുപോലെ തവള, പേന്, വെട്ടുക്കിളി, കൽമഴ, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പശു, കാള, കുതിര ഇതൊക്കെ ദൈവമാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ ഒന്നൊന്നായിട്ട് ദൈവം അതിനെ ന്യായം വിധിച്ചു. നദിയെ അടിച്ച് രക്തമാക്കി, തവളയെ പെരുക്കിച്ച് അതിനെ കൊന്ന് അതിനെ നാറ്റിച്ചു. അതുപോലെ അവര് ദൈവം പേൻ വരുത്തി, വെട്ടുക്കിളിയെ, കൽമഴയെ വരുത്തി. അവരുടെ പശുക്കൾക്ക് വ്രണമുണ്ടായി, അത് ചത്തു. അവരുടെ ദേശം ഇരുട്ടുകൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി, ഇതൊന്നും ദൈവമല്ല. ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ദൈവം സഹായിക്കുന്ന ദൈവമാണ്, വഴിനടത്തുന്ന ദൈവമാണ് എന്നവർക്ക് മനസ്സിലായി. ഒരു യുദ്ധവുമില്ലാതെ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ചെങ്കടലിനെ 2ആയി പിളർത്തി അവർക്ക് വഴിയൊരുക്കി. കനാൻ നാട്ടിൽ വന്നപ്പോൾ അവർക്ക് മന്ന സ്വർഗത്തിൽ നിന്ന് നൽകി, മേഘസ്തംഭവും അഗ്നിസ്തംഭവും നൽകി. അവരുടെ വഴിക്ക് കയ്പായിരുന്ന വെള്ളത്തെ മധുരമാക്കി മാറ്റി. അവരെ തേളിൽ നിന്ന്, പാമ്പിൽ നിന്ന് രക്ഷിച്ചു. മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നപ്പോൾ രക്ഷിച്ചു. അവർക്ക് വേണ്ടി യോർദാൻ പിളർന്നു. കനാനിലെ സകല രാജ്യങ്ങളെയും തോൽപ്പിച്ച് ആ കനാൻ നാട് അവർക്ക്, അവരുടെ പിതാക്കന്മാരുടെ ആരാധന സ്ഥലം അവർക്ക് ശാശ്വത അവകാശമായിട്ട് നൽകി. ഇസ്രായേൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ഇതുപോലെ ദൈവത്തെ അടുത്തറിഞ്ഞ, രുചിച്ചറിഞ്ഞ ഒരു ജനപദമില്ല. അവര് മാതൃകയായിട്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ തയ്യാറാകണം. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ ആരാധിച്ച പോലെ ആരാധിക്കണം. പക്ഷെ അവര് തങ്ങളുടെ ചുറ്റുമുള്ള ജാതികളുടെ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, മ്ലേച്ഛതകളെ അവർ കണ്ടുപഠിച്ച് അതിനെ ആരാധിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേൽ മലകളിലെല്ലാം, പണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട മലകളിലെല്ലാം അവർ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് ആരാധിക്കാൻ തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും വിഗ്രഹാരാധികളല്ല എന്നെനിക്കറിയാം. എന്നാൽ നിങ്ങൾ പലതിനെയും, ദൈവം നൽകിയ ദാനങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളായി കണക്കാക്കുന്നു. അതിൽ ആശ്രയിക്കുന്നുണ്ട്. മക്കളിൽ ആശ്രയിക്കുന്നു, നിങ്ങളുടെ ആരോഗ്യത്തിൽ ആശ്രയിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ആശ്രയിക്കുന്നു, നിങ്ങളുടെ വാഹനത്തിൽ ആശ്രയിക്കുന്നു, സ്ഥലത്തിൽ ആശ്രയിക്കുന്നു, ബാങ്ക് ബാലൻസിൽ, തൊഴിലിൽ ആശ്രയിക്കുന്നു, ബന്ധുക്കളിൽ ആശ്രയിക്കുന്നു, രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന ദാനങ്ങളാണിവ. ദാനങ്ങളിലല്ല, ദാതാവിൽ മാത്രം ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇതൊക്കെ നൊടിനേരം കൊണ്ട് മാറ്റപ്പെടും. ഒരു മഹാമാരി ഉണ്ടായ മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടാം. നമ്മളുടെ വീടും നഷ്ടപ്പെടാം. നമ്മുടെ സകല രേഖകളും നഷ്ടപ്പെടാം. അതുപോലെ നമ്മുടെ തൊഴില് അത് നഷ്ടപ്പെടാം. എന്നാൽ നഷ്ടപ്പെടാത്ത ദൈവത്തെ, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തെ മാത്രം സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർ നമ്മൾ വായിക്കുന്നത് അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി പൂക്കയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല, എന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന് ഹബക്കൂക്ക് എന്ന പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യോബിന്റെ അനുഭവം എല്ലാം നഷ്ടമായിട്ടും സന്തോഷത്തോടെ ആത്മീയ ജീവിതം നയിക്കാൻ അവന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദാനങ്ങളെക്കാൾ ദാതാവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം ഇസ്രായേല്യരെ നഗ്നരായി പിടിച്ചുകൊണ്ട് പോകാൻ അനുവദിച്ചു. പലരുടെയും കണ്ണ് പിടിച്ചുകൊണ്ട് പോയവർ കുത്തിപ്പൊട്ടിച്ചു. ശേഷിച്ചവർ ദൈവമെന്നറിഞ്ഞ് ഇസ്രായേല് നമുക്കറിയാം റിബ്ല മരുഭൂമിയേക്കാൾ നിർജ്ജനം ആകാനിടയായി തീർന്നു. ഇതായിരുന്നു യെഹെസ്കേലിന്റെ ദൂത്.
എസെക്കിയേല് ദൈവം പറഞ്ഞ ധൈര്യമായിട്ട് പ്രസംഗിച്ചു. പക്ഷേ ഒരു മാറ്റവും ശ്രോതാക്കൾക്കുണ്ടായില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആവർത്തിച്ച് തൻ്റെ വചനം അറിയിക്കുന്നവനാണ്. യേശു പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയും കീഴ് ചേർക്കും പോലെ എൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യേശു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി യേശുവിനെ വിളിച്ച് അകത്താക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് യേശു പറയുന്നു. കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ അനുഗ്രഹം നേടാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.